ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി. കല്ലുപുരയ്ക്കൽ ദിനേശനാണ് മരിച്ചത്. പ്രതിയായ കിരൺ കസ്റ്റഡിയിലുണ്ട്. ഇയാളുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രതികരണങ്ങളിലേക്ക്. ശനിയാഴ്ച വൈകുന്നേരം ഒരു 5 മണി സമയത്തൊക്കെയാണ് മൃതദേഹം കാണുന്നത്. അതിനു മുമ്പ് കുട്ടികൾ അവിടെ കണ്ടിരുന്നു. കുട്ടികൾ കണ്ട് അവര് ആരോ വെള്ളമടിച്ച് കിടക്കുക എന്നുള്ളതിൽ അവർ പോയി. പിന്നീട് അവർ കുറെ കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴും പിന്നെയും കിടക്കുന്നതുകൊണ്ടാണ് അടുത്തുള്ളൊരു ചേട്ടനെ വിളിച്ച് കാണിക്കുകയായിരുന്നു. ഇങ്ങനെ കൊലപാതകമാകുമെന്ന് എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു? കൊലപാതകമാകുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അവിടെ കിടക്കുന്ന സമയത്ത് മുഖത്തൊക്കെ ഒരു ബ്ലഡിൻ്റെ മയമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംശയം അന്നേരം തന്നെ ആൾക്കാർ അവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. കണ്ട ബോഡി കണ്ട സമയത്ത് കയ്യിലുമൊക്കെ ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. രഘുനാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, തെളിവെടുപ്പ് പൂർത്തിയാകാറായോ? പോലീസ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? ദിവിഷ്, കിരണുമായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കിരണിന്റെ വീടിനുള്ളിലാണ് ഉള്ളത്. അതിനകത്ത് വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നിഗമനം. അതായത് വൈദ്യുതി മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ട് വയറ് വലിച്ച് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം വീടിൽ നിന്ന് അല്പം മാറിയുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടിട്ടു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കാണുന്ന കിരണിന്റെ വീട്, കിരണിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ദിനേശിന്റെ വീട്. അയൽവാസികളാണ്. ഇരു വീടുകളും തമ്മിലൊരു 20-30 മീറ്ററിന്റെ പോലും വ്യത്യാസമില്ല. അത്ര അടുത്താണ് രണ്ടുപേരുടെയും വീടുകളുള്ളത്. നേരത്തെ നമ്മൾ ഇതിൽ കേട്ടതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരമാണ് ദിനേശിന്റെ മൃതദേഹം ഈ വീടിന് തൊട്ട് മാറിയുള്ള കുറച്ച് മാറിയാൽ പാടമാണ്. ആ പാടത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഒരുപക്ഷെ മദ്യപിച്ച് കിടക്കുകയായിരിക്കാം എന്നുള്ളതാണ് നാട്ടുകാരും അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും ഒക്കെ ആദ്യം കരുതിയത്. പക്ഷേ വൈകുന്നേരമായപ്പോഴും ദിനേശിന് എഴുന്നേറ്റ് പോകാത്തത് കൊണ്ടാണ് വേഗത്തിൽ ചെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷോക്ക് അടിച്ചു മരിച്ചതാണ് മരണകാരണം, ഷോക്കേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ആദ്യം നോക്കിയത് ഈ മൃതദേഹം കിടന്ന സ്ഥലത്ത് അത്തരത്തിൽ ഷോക്ക് അടിക്കാനുള്ളൊരു സാഹചര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി. കാരണം അതുവഴി ഒരു വലിയ 11 kV ലൈൻ കടന്നു പോകുന്നതല്ലാതെ വീടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പ്രദേശത്ത് വെച്ച് ആ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഷോക്ക് അടിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് പോലീസ് കണ്ടെത്തി പിന്നീടാണ് അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് കിരണും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള കിരണും ഒപ്പം തന്നെ ദിനേശനും തമ്മിൽ എന്തോ വ്യക്തിപരമായ വിദ്വേഷമുണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ കിരണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് കിരണിന്റെയും ദിനേശിന്റെയും ഒക്കെ വീടിന്റെ എതിർഭാഗത്താണ്. അവിടെ കൊലപാതകത്തിൽ ഉപയോഗിച്ച എന്തോ വസ്തു അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചധികം സമയമായി പോലീസ് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിലവിൽ പ്രതി വീടിനകത്തുള്ളതാണ്. കിരണിന്റെ വീടിനകത്ത് തന്നെയാണ് പ്രതി ഉള്ളത്. അയാളെ അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ട് വയറ് വലിച്ച് ദിനേശിന്റെ ശരീരത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളത്. കാരണം ഈ കിരണ് വർഷങ്ങളായി ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ ഞെട്ടലാണ്. ദിനേശിനെ കുറിച്ചൊക്കെ ആളുകൾക്ക് രഘു പറഞ്ഞ പോലെ ഞെട്ടലാണ്. ആ നാട്ടുകാരും നേരത്തെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്വാഭാവിക മരണം എന്ന് കരുതിയിരുന്നതാണ് കൊലപാതകമാണെന്ന തിരിച്ചറിവിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. എന്തായാലും കൊലയിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണ സംഘം അത് വ്യക്തമാക്കും. വൈകാതെ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. രഘുവാണ് വിവരങ്ങൾ നൽകിയത്.